Hi teachers, welcome back to my channel. കേട്ടറ്റ് എക്സാമിന് കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 എല്ലാ കാറ്റഗറിയിലേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. എല്ലാവർക്കും ഏതാണ്ട് ഒരേപോലത്തെ സിലബസ് ആണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടറ്റിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എഡിറ്റിംഗ് എ പാസേജ് ഈസ്. ഒരു പാസേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആൻസർ എന്താണ്? കറക്ഷൻ ഓഫ് എറേഴ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണോ? റൈറ്റിംഗ് ആണോ? റീഡിംഗ് ആണോ? റീറൈറ്റിംഗ് ആണോ? ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക? ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കും അല്ലെ? ആ പാസേജ് വായിച്ചു നോക്കുക. റീഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ESP ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് സ്റ്റാൻഡ്സ് ഫോർ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ESP എന്ന് പറഞ്ഞാൽ എന്താണ്? ESPയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പെഡഗോജി, ഇംഗ്ലീഷ് ഫോർ സയന്റിഫിക് പ്രൊജക്ട്സ്, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റിംഗ് ദ ലേണിംഗ് ഓഫ് സ്റ്റുഡൻസ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം ഇസ് നോൺ ആസ്. ഒരു പ്രോഗ്രാമിന്റെ എൻഡിൽ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുക? ഇറ്റ് ഈസ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ്? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അസസ് ചെയ്യുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഓൺഗോയിങ് പ്രോസസ്സാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ടേമിന്റെ അവസാനം നടത്തുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ്. എന്താണ് ഈ പിയർ അസസ്മെന്റ്? പിയർ അസസ്മെന്റ് ആണ് കുട്ടികൾ തന്നെ അസസ് ചെയ്യുന്നതിനാണ് പിയർ അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റോ സ്വയം അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് അസസ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒക്കുറൻസിന്റെ സ്പെല്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡബിൾ സി ഉണ്ട്, ഡബിൾ ആർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ. ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ പ്ലാനിങ് എന്നുള്ളതിന് പകരം നമുക്ക് ഇതിൽ ഏതാണ് കൊടുക്കാൻ പറ്റാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസൈഡിങ് ആണോ, തിങ്കിങ് ആണോ, പാർട്ടേക്കിംഗ് ആണോ, ഓർഗനൈസിങ് ആണോ? ഇവിടെ എന്താ വരിക നോക്കിയേ. നമുക്ക് ഈ ഓരോന്ന് വെച്ചിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പ്ലാൻ ചെയ്തു എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ വി ആർ ഡിസൈഡിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ, അത് ശരിയല്ല അല്ലെ. അപ്പൊ അത് ശരിയല്ല. അടുത്തത്, വി ആർ തിങ്കിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ, അതും ശരിയാവുന്നില്ല. അടുത്തത്, വി ആർ പാർട്ടേക്കിംഗ് എ സർപ്രൈസ് പാർട്ടി, അതും ശരിയാവുന്നില്ല. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വി ആർ ഓർഗനൈസിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ. ഞങ്ങൾ ഒരു സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അവളുടെ ബർത്ത്ഡേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാംഗ്വേജ് ഫംഗ്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സെന്റൻസ് ഷീ ക്യാൻ പ്ലേ ഫുട്ബോൾ റെഫേഴ്സ് ടു. ഇവിടെ ഷീ ക്യാൻ പ്ലേ, അവൾക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം എന്ന് പറയുന്നത് എന്ത് തരം ലാംഗ്വേജ് ഫംഗ്ഷൻ ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? എബിലിറ്റി ആണോ, പെർമിഷൻ ആണോ, സജഷൻ ആണോ, അസംഷൻ ആണോ? ഷീ ക്യാൻ പ്ലേ ഫുട്ബോൾ, അവൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള കഴിവുണ്ട്. ആ ഒരു എബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. ലുക്ക് ഔട്ട് ഫോർ ദ കാർ കമ്മിങ് അറൌണ്ട് ദി കോർണർ. ദ ഫ്രേസൽ വെർബ് ഇൻ ദ സെന്റൻസ് മീൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലുക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ടു സെർച്ച് ഫോർ സംതിങ്, ടു ബി കോഷ്യസ് ഓർ അലേർട്ട്, ടു ഇഗ്നോർ സംതിങ്, ടു വാച്ച് എ മൂവി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ബി കോഷ്യസ് ഓർ അലേർട്ട്. ലുക്ക് ഔട്ട്, വാച്ച് ഔട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ എന്താണ്? അത് ഒരു കോഷൻ ആണ് കൊടുക്കുന്നത്, ഒരു വാർണിംഗ് ആണ് കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഗ്രാമറ്റിക്കലി അക്സെപ്റ്റബിൾ. ഇവിടെ കറക്റ്റ് ഗ്രാമർ ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ സി ആണ്. ഡിഡ് ദ മെയ്ഡ് കം യെസ്റ്റർഡേ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവിടെ നമ്മൾ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുമ്പോൾ വെർബ് ബേസ് ഫോമിലായിരിക്കണം. വെർബ് എന്തായിരിക്കണം? വെർബ് എന്താണ്? കം അല്ലെ. അത് ബേസ് ഫോമിലായിരിക്കണം. അപ്പോൾ ഡിഡിന്റെ കൂടെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? വെർബിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കെയിം എന്നാണ് കൊടുത്തിട്ടുള്ളത്. കെയിം എന്ന് പറയുമ്പോൾ അത് വെർബിന്റെ പാസ്റ്റ് ഫോം ആണ്. കമ്മിന്റെ പാസ്റ്റ് ആണ് കെയിം അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ തെറ്റ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ തോമസ് ഹേർഡ് അബൌട്ട് ദ പ്രൊമോഷൻ ഹി വാസ് ഓൺ ക്ലൗഡ് 9 ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ. ദ ഇഡിയം ഇൻ ദ സെന്റൻസ് മീൻസ്. ഇവിടെ ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്ന ആ ഒരു ഇഡിയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫീലിംഗ് എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ. ഓവർ ജോയ് എന്ന അർത്ഥം വരുന്ന ഇഡിയമാണ് ഓൺ ക്ലൗഡ് 9. Unexpectedly for the coach, the players won the game in the final minutes. The underlined phrase means. കോച്ച് എന്തോ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്തായിരിക്കും പ്രെഡിക്റ്റ് ചെയ്തത്? ആ പ്രെഡിക്റ്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ കോച്ച് വാസ് കോൺഫിഡന്റ് ദാറ്റ് ദി പ്ലേയേഴ്സ് വുഡ് ലൂസ്. പ്ലേയേഴ്സ് തോറ്റു പോകുന്ന തന്നെയായിരുന്നു കോച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? അവസാനം അവര് ജയിക്കുകയാണ് ചെയ്തത്.
ആ പ്രഡിക്ഷൻ എതിരായിട്ടല്ലേ സംഭവിച്ചത്, അപ്പൊ അത് അൺപ്രഡിക്റ്റബിൾ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് ഡസൻറ്റ് സ്യൂട്ട് ദ സിംറ്റംസ് ഓഫ് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ഫ്രാക്സിയ. എല്ലാ ക്ലാസ്സിലും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന വാക്കുകളാണ്. ഇതൊന്നും ഒരു ചോദ്യം അല്ലാണ്ട് ഒരു കേട്ടറ്റ് എക്സാം ഉണ്ടാവില്ല. എ, ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ഫ്ലുവൻ്റ്ലി, ഡിഫിക്കൽട്ടി ഇൻ വേർഡ് റെക്കഗ്നൈഷൻ ആൻഡ് സ്പെല്ലിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റീസണിങ്. ഈ ഡിസ്ലെക്സിയയുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ്? ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗും ഡിഫിക്കൽട്ടി ഇൻ റീസണിങ്ങും നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഡിഫിക്കൽട്ടി ഇൻ റീസണിങ് ആണ് കറക്റ്റ് ആൻസർ. റീസണിങ് നമുക്ക് മെയിൻ ആയിട്ട് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് അതവിടെ കൊടുത്തത് കേട്ടോ. ഐഡന്റിഫൈ ദ റോങ്ലി പെയർഡ് ഓപ്ഷൻ. ഇവിടെ വിംഗ്ല റിവേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, B.F. സ്കിന്നർ ബിഹേവിയറിസ്റ്റ് തിയറി, ലെവ് വൈഗോട്സ്കി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, സ്റ്റീഫൻ ക്രാഷൻ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ഇവിടെ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ് അല്ലാത്തത്. ഇവിടെ ലെവ് വൈഗോട്സ്കിയുടെ നേരെ സെറ്റ് പീഡിയോ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു അല്ലെ. ഇനി നോക്കാം, അപ്പൊ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുടെയാണ്? നോം ചോംസ്കി അല്ലെ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുടെയാണ്? ഇപ്പൊ ഇതില് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അത് പഠിച്ചു വെച്ചോളൂ. ഇത് ഭാവിയിൽ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വിംഗ്ല റിവേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, B.F. സ്കിന്നർ ബിഹേവിയറിസ്റ്റ് തിയറി, സ്റ്റീഫൻ ക്രാഷൻ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. സ്റ്റീഫൻ ക്രാഷന്റെ ആ ഒരു ഫോർമുല എന്തായിരുന്നു? I-1 അല്ലെ. I-1 എന്നുള്ള ഒരു ഫോർമുലയൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കാം. ഞാൻ മുൻപ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ പ്ലേ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലാസ് റൂം ഈസ് എസ്പെഷ്യലി യൂസ്ഡ് ഫോർ. ലാംഗ്വേജ് ക്ലാസ്സിൽ റോൾ പ്ലേ കൊണ്ടുവരുന്നത് മെയിൻ ആയിട്ട് എന്തിനാണ്? ഇംപ്രൂവിങ് സ്റ്റുഡൻസ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിങ്ങും ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? അല്ല. ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് കോൺവെർസേഷണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഇവിടെ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കുട്ടികളെ കോൺവെർസേഷൻ സ്കിൽസും അതുപോലെ സോഷ്യൽ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് ക്ലാസ്സുകളിൽ റോൾ പ്ലേ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the questions a teacher is expected to ask while processing a reading passage in the class are called. ഒരു പാസേജ് വായിക്കുന്ന അതേ സമയത്ത് ടീച്ചറെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം? WH ക്വസ്റ്റ്യൻസ് ആയിരിക്കണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കണോ? ഗ്ലോബൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണോ? സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണോ? ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്? ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ടീച്ചർ ചോദിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not an interactive teaching strategy? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഇന്ററാക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജി ഏതാണ് അല്ലാത്തത്? ഇന്ററാക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടിയും ടീച്ചറും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവണം. ഇതിൽ പിയർ ടീച്ചിങ് ആണോ, വീഡിയോ ബേസ്ഡ് ലേണിംഗ് ആണോ, കൊളാബറേറ്റീവ് ലേണിംഗ് ആണോ, ലാംഗ്വേജ് ഗെയിംസ് ആണോ? ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വീഡിയോ ബേസ്ഡ് ലേണിംഗ് ആണ്. അവിടെ എന്ത് വരുന്നില്ല? ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല. കുട്ടികൾ തമ്മിലോ കുട്ടികളും ടീച്ചറും തമ്മിലോ ഉള്ള ഇന്ററാക്ഷൻസ് വരുന്നില്ല. ഇഫ് ഐ സ്റ്റഡീഡ് ഹാർഡർ ഡാഷ്. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഐ വുഡ് ഹാവ് ക്ലിയർഡ് ദ ടെസ്റ്റ് ആണോ? ഐ വിൽ ഹാവ് ക്ലിയർഡ് ദ ടെസ്റ്റ് ആണോ? ഐ വിൽ ക്ലിയർ ദ ടെസ്റ്റ് ആണോ? ഐ വുഡ് ക്ലിയർ ദ ടെസ്റ്റ് ആണോ കറക്റ്റ് ആൻസർ? ഇവിടെ ഏതാണ് കറക്റ്റ് ഉത്തരം വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഐ വുഡ് ക്ലിയർ ദ ടെസ്റ്റ്. എന്താണ്? ടൈപ്പ് 2 കണ്ടീഷണൽ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്ട്രക്ചർ ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് കോമ വുഡ് പ്ലസ് ബേസ് വെർബ് എന്നാണ്. ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് വുഡ് പ്ലസ് ബേസൽ വെർബാണ് വരുന്നത്. ഇതാണ് എന്ത്? ടൈപ്പ് 2 കണ്ടീഷണൽ ക്ലോസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഇഫ് ഐ സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ക്ലിയർ ദി ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് പ്ലീസ്? വുഡ് യു മൈൻഡ് ഡാഷ് പ്ലീസ്? ടു മൂവ് ദ ചെയർ ആണോ, മൂവ് ദ ചെയർ ആണോ, മൂവിംഗ് ദ ചെയർ ആണോ, ടു മൂവിംഗ് ദ ചെയർ ആണോ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മൂവിംഗ് ദ ചെയർ ആണ്. ഇവിടെ എന്താണ്? ഇതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് പറയുന്നത്. വുഡ് യു മൈൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ വുഡ് യു മൈൻഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും ING ഫോം ആണ് ചേർക്കേണ്ടത്. ജെറൻഡ് ഫോം അല്ലെങ്കിൽ ING ഫോം ആണ് ചേർക്കേണ്ടത്. ഓർത്ത് വെച്ചോളൂ. വുഡ് യു മൈൻഡിന്റെ കൂടെ ഒരു പ്ലസന്റ് ആയിട്ട് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷന്റെ കൂടെ വുഡ് യു മൈൻഡിന്റെ കൂടെ നമ്മൾ ING ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ
Would you mind moving the chair, please? Next question. Why are you late? The teacher asked the boy. This can be reported as reported speech ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ why are you late എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു WH ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ. അപ്പം ഇത്തരത്തിൽ WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റിനെ നമ്മൾ പാസ്റ്റ് ആക്കി മാറ്റണം. ഇപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസിൽ ആണുള്ളത്, അതിനെ നമ്മൾ വാസ് ആക്കി മാറ്റി. നമ്മുടെ പ്രൊനൗണ് യു എന്നുള്ളത് ഹി എന്നാക്കി മാറ്റണം. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The sentence I saw child sitting on the park bench shows an instance of dash error. ഇവിടെ എന്ത് തരത്തിലുള്ള എറർ ആണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഏതിലാണ് എറർ? അതൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഇവിടെ ചൈൽഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചൈൽഡിന്റെ പ്ലൂരൽ എന്താണ് മക്കളെ? അത് ചിൽഡ്രൻ എന്നാണ്. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു വാക്കാണിത് അല്ലെ. എപ്പോഴും ചൈൽഡ് എന്നുള്ളത് സിംഗുലർ വാക്കും അതിന്റെ പ്ലൂറൽ ഫോം ആണ് ചിൽഡ്രൻ. പ്ലൂറൽ ഫോം എന്താണ്? ചിൽഡ്രൻ. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വേർഡ് ഫോർമേഷൻ. വേർഡ് ഫോർമേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ മോർഫോളജി എന്ന് പറയുന്നത്. തീമാറ്റിക് എന്താണ്? തീമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി മീനിങ് ഓഫ് ഓർ ലോജിക്. തീമാറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. ഒരു സെന്റൻസിന്റെ മീനിങ് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിന്റെ ലോജിക്കിനെയാണ് നമ്മൾ തീമാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദ പാർക്ക് ബെഞ്ച് സോ ദ ചിൽഡ്രൻ. ദ പാർക്ക് ബെഞ്ച് സോ ദ ചിൽഡ്രൻ, അവിടെ ഒരു ലോജിക്കിന് ഒരു പ്രശ്നം വരുന്നില്ലേ? ആ ഒരു മീനിങ്ങിന് ഒരു പ്രശ്നം വരുന്നില്ലേ? അതാണ് നമ്മൾ തീമാറ്റിക് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിൻടാക്റ്റിക് ആണെങ്കിലോ, സിൻടാക്റ്റിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻടാക്സ് ഈസ് ദ റൂൾ സെറ്റ് ഫോർ ദി വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ. ആ ഒരു വേർഡിന്റെ ഓർഡർ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഒരു ഓർഡറിനാണ് അവിടെ പ്രശ്നം വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് സിറ്റിംഗ് ബെഞ്ച് ദ പാർക്ക് ഐ സോ ചിൽഡ്രൻ. ഇവിടെ ലോജിക് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്താണ് ആ ഒരു സെന്റൻസിനെ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി തെറ്റാണ്. സിറ്റിംഗ് ബെഞ്ച് ദ പാർക്ക് ഓൺ ഐ സോ ചിൽഡ്രൻ, ആ ഒരു അറേഞ്ച്മെന്റ് തെറ്റാണ് അല്ലെ. അത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനെ സിൻടാക്റ്റിക്കൽ മിസ്റ്റേക്ക് എന്നാണ് പറയാം. ഇനി ഫോണോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മിസ്പ്രൊനൗൺസ് ചെയ്യുക, അതിനാണ് നമ്മൾ ഫോണോളജിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാം. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? മോർഫോളജിക്കൽ തെറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഐ സോ ചിൽഡ്രൻസ് സിറ്റിംഗ് ഓൺ ദി പാർക്ക് ബെഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാതെന്ന് അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓർഡറും ശരിയാണ്. അവിടെ എന്തേ തെറ്റുള്ളൂ? ആ ഒരു വേർഡിന്റെ ഫോമിനാണ് തെറ്റ്. ചൈൽഡ്, ചിൽഡ്രൻ, ആ ഒരു വേർഡ് ഫോം തെറ്റാണ്. ഐ റൈറ്റ് അബൌട്ട് പീപ്പിൾ ഡാഷ് ഫോർച്ചുനേറ്റ് ഡാഷ് മീ. ഇവിടെ ലെസ് ദാൻ ആണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The professor has a unique style of opening his lectures by dash from ordinary examples. ഒരു പ്രൊഫസർ അവരുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എക്സാമ്പിളിലൂടെയാണ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് എന്ന് വരുന്ന ഒരു വാക്കാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇത് ടേക്ക് അപ്പ്, ടേക്ക് ഓഫ്, ടേക്കിംഗ് ഓൺ, ടേക്കിംഗ് ഇൻ. ഇതിൽ ഏതായിരിക്കും? ഇവിടെ ആൻസർ വരുന്നത് ടേക്കിംഗ് അപ്പ് എന്നുള്ളതാണ്. ടേക്കിംഗ് അപ്പ്, ടു ബിഗിൻ വിത്ത് എന്നുള്ള അർത്ഥമാണ് ടേക്കിംഗ് അപ്പ് എന്നുകൊണ്ട് വരുന്നത്. ഇനി ടേക്കിംഗ് ഓഫ്. ടേക്കിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് ഒക്കെയാണ് ടേക്കിംഗ് ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ദ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എന്നാണ് പറയാ, അത് ഡിപ്പാർച്ചറിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ടേക്കിംഗ് ഓൺ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആക്സെപ്റ്റിംഗ് എ ചലഞ്ച്, ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് ഇമാജിനേറ്റീവ് ഹാസ് ഡാഷ് സിലബിൾസ്. ഒരു സിലബിൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ വവൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിലബിൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് സിലബിൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമാജിനേറ്റീവ് എന്ന വാക്കിൽ സിലബിൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എത്ര വവൽസ് ഉണ്ട്? ഐ, എ, ഐ, എ, ഐ, ഇ. അങ്ങനെ വരുമ്പോൾ 6 സിലബിൾസ് ആണ് വരേണ്ടത്. പക്ഷെ സിലബിൾസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വവൽസ് നമ്മൾ നോക്കണം. നമ്പർ ഓഫ് വവൽസ് നമ്മൾ നോക്കണം. രണ്ടാമത്തെ ഒരു റൂൾ ഉണ്ട്, നമ്മൾ സൈലന്റ് ആയിട്ടുള്ള വവൽസ് നമ്മൾ കൗണ്ട് ചെയ്യരുത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? ഇമാജിനേറ്റീവ് എന്നുള്ളതിലെ ലാസ്റ്റത്തെ ഈ എന്താണ്? അത് സൈലന്റ് ആണ്. സോ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ 5 ആണ്. ഐ, എ, ഐ, എ, ഐ. അങ്ങനെ 5 സിലബിൾസ് ആണ് ഇതിൽ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. It is dash this juncture that we can see a twist in the story. ആൻസർ ഇൻ ആണോ, at ആണോ, ഓൺ ആണോ, ഓഫ് ആണോ?
ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അറ്റ് എന്നാണ് ഉത്തരം. അറ്റ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. അറ്റ് ദിസ് ജങ്ക്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇഡിയമാറ്റിക് ഫ്രേസ് ആണ് കേട്ടോ. പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയൻ പറയുന്ന സെന്റൻസ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്? യു വുഡ് ബ്രിങ് ദ ഫയൽസ് നൗ ഇറ്റ് സെൽഫ്. ഇതെന്താണ്? ഇത് ഒപ്പീനിയൻ ആണോ? ഇല്ല, ഇതൊരു ഓർഡർ പോലെയാണ് തോന്നുന്നത് അല്ലെ? അപ്പൊ ഇതല്ല. കുഡ് യു പ്ലീസ് ഗീവ് മീ സം ടൈം. ഒരു പെർമിഷൻ സീക്കിംഗ് ആണ്. ഹെർ നെയിം ഈസ് ക്ലിയോപാട്ര. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഇനി ഓപ്ഷൻ സി നോക്കൂ. ഐ വുഡ് റാദർ യു വെന്റ് ബൈ കാർ വെൻ യു ഗോ ഫോർ ദി വെഡിങ്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇത് ഒപ്പീനിയൻ ആണ്. വെഡിങ്ങിന് പോകുമ്പോൾ കാറിൽ പോണതാണ് നല്ലതെന്നാണ് ആ ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മൊമെന്റ് വെൻ ഹി റിയാക്റ്റഡ്? ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദിസ് ആസ് ദി റെസ്പോൺസ് ഈസ്. ഈ ഒരു റെസ്പോൺസ് കിട്ടാൻ ഏത് ചോദ്യമാണ് ഇതിൽ ചോദിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വെൻ ഡസ് ഹി റിയാക്ട്? വെൻ ഡിഡ് ഹി റിയാക്ട്? വെൻ ഡിഡ് ഹി റിയാക്റ്റഡ്? വെൻ ഹി റിയാക്റ്റഡ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വെൻ ഡിഡ് ഹി റിയാക്ട്. ഈ ഒരു സെന്റൻസ് ഹി റിയാക്റ്റഡ് എന്നുള്ളത്, ഇതിലെ ഹി റിയാക്റ്റഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരിക്കണം? ഡിഡ് ഉണ്ടാവണം. അതുപോലെ ബേസ് ഫോം ആയിട്ടുള്ള റിയാക്ട് എന്നും ഉണ്ടായിരിക്കണം. ഡിഡ് റിയാക്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയല്ലേ, ഡിഡിന്റെ കൂടെ ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് വേണ്ടത്. പക്ഷെ ഇത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാതിരിക്കുക. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് അതിന്റെ ഒരു നാക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ അഡ്മിറ്റഡ് ഹെർ മിസ്റ്റേക്ക് വെൻ ഷീ ഡാഷ് ഫോർ hours by the police. When she had interrogated, when she was interrogated, when she is interrogated, when she have been interrogated. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഇതൊരു കംപ്ലീറ്റ് പാസ്റ്റ് ഇവന്റ് ആണ്. കാരണം ചോദ്യങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അഡ്മിറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് പാസീവ് ആയിട്ട് നമുക്ക് വാസ് ഇന്ററോഗേറ്റഡ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക. ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈം, കുറച്ചു നേരം കൂടി മഴ പെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഓപ്ഷൻ ബി, ദേ വിൽ ഓപ്പൺ ദ ഷട്ടേഴ്സ് ഓഫ് ദ ഡാം. ഇത് ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ഫോളോഡ് ബൈ വിൽ പ്ലസ് ബേസ് വെർബ്. അതാണ് ഇവിടെ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. Next question, it is difficult to reach out the people inhabiting the areas across the river where to reach out to means. ഇവിടെ റീച്ച് ഔട്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. റീച്ച് ഔട്ട് എന്ന അർത്ഥം വരുന്നത് എന്താണ്? ആൾ ദ എബൌട്ട്, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത്, ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത്, ടു ഇന്ററാക്ട് വിത്ത്. ഇതൊക്കെ എന്താണ്? ഒരേ കാര്യത്തിന് പല തരത്തിൽ പറഞ്ഞേക്കാണ് അല്ലെ, ഒരു അർത്ഥം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇതിന്റെ അർത്ഥങ്ങളാണ്. If he is good dash singing, we would help her become successful. ഇവിടെ ഏതാണ് വരുന്നത്? If she is good at singing. ഇനി good for ഉണ്ട്. good for എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതിനെ നമ്മൾ ഗുഡ് ഫോർ. ഇപ്പോൾ വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ യു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നതിനെയാണ് ഗുഡ് ഫോർ എന്ന് പറയാം. ഇനി ഗുഡ് ടു ഉണ്ട്. ഗുഡ് ടു എന്നാണെങ്കിൽ നമ്മുടെ കൈൻഡ്നെസ് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഗുഡ് ടു എന്ന് പറയാം. ഹി വാസ് വെരി ഗുഡ് ടു ഹിസ് സ്റ്റുഡൻസ്. നമ്മുടെ കൈൻഡ്നെസ് കാണിക്കാനാണ് ഗുഡ് ടു പറയാ. ഗുഡ് ഫോർ ആണെങ്കിൽ നമ്മൾ എന്താണ്? ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയുമ്പോഴാണ് ഗുഡ് ഫോർ പറയാ. ഗുഡ് അറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ ടാലന്റിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗെറ്റ് ദ ബാൾ റോളിംഗ് to make this project a success. The sentence means the project focused on manufacturing balls. They were doing exercise by rolling balls. The speaker wants to give a good start to make the project a success. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ക്യാൻസലേഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വായിക്കാതെ പോകരുത്. ഓപ്ഷൻസ് മുഴുവൻ വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി വെന്റ് ഫോർ പ്രാക്ടീസ് ഏർലി ഇൻ ദ മോർണിംഗ്. ഹിയർ ദ വേർഡ് അണ്ടർലൈൻഡ് എ ഡാഷ് ആൻ എന്താണ്? നൗൺ ആണോ, വെർബ് ആണോ, ആഡ്വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? ഏതാണ്? ഇതൊരു നൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the sentence is grammatically correct? ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ വാസ് വന്നു അല്ലെ, ദേ വേർ എന്നല്ലേ വരേണ്ടത്? ദേ വേർ എന്നാണ് വരേണ്ടത്. അപ്പൊ അത് തെറ്റാണ് അല്ലെ, ഇത് തെറ്റാണ്. ദ ബിൽഡിങ്സ് ഈസ് ടോൾ. അവിടെ ബിൽഡിങ്സ് വന്നു.
നമ്മളൊരു പ്ലൂറൽ വേർഡിന്റെ കൂടെ നമ്മൾ എന്തേ കൊടുക്കാവൂ? were. The buildings were tall എന്നാ കൊടുക്കുക. ഇവിടെ എന്താണ്? ബിൽഡിങ്സ് എന്നുള്ളതിന്റെ കൂടെ ഈസാ വന്നത്. ബിൽഡിങ്സ് എന്നുള്ളതിന്റെ കൂടെ എന്താ വരേണ്ടത്? ആറാണ് അല്ലെ? പ്ലൂറൽ ഫോമിന്റെ കൂടെ ആറാണ് കൊടുക്കേണ്ടത്. ദ ഓൾഡ് ലേഡി ഡസിൻ ലൈക്ക് ടു ഗോ ടു ദി പാർക്ക് ഓൺ സൺഡേസ്. ഡസിൻഡ് ആണ് വരേണ്ടത് അല്ലെ? ഡോണ്ട് ലൈക്ക് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ എന്തായിരുന്നു വരേണ്ടത്? ഡസിൻഡ് എന്നായിരുന്നു വരേണ്ടത്. ഡസിൻഡ് എന്നായിരുന്നു വരേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ദ ആലി ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇത് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ ബോയ്സ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്? ദ മാസ്റ്റർ ആസ്ക്ഡ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഇതിൽ റിപ്പോർട്ട് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ദ മാസ്റ്റർ ആസ്ക്ഡ് വെദർ ദ ബോയ്സ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. ഇവിടെ ബോയ്സ് ആർ എന്നാണ് വന്നത്. ബോയ്സ് ആർ വരില്ല. ഇവിടെ എന്താണ്? പാസ്റ്റിലേക്ക് ആക്കണം ആറിനെ അല്ലേ? ദ മാസ്റ്റർ എൻക്വയർഡ് ഇഫ് ദ ബോയ് ഈസ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഇവിടെ എന്താണ്? ബോയ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മാസ്റ്റർ ചോദിച്ചത് എന്താണ്? ബോയ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇവിടെ ബോയ് ആയി. അപ്പൊ അതും തെറ്റാണ്. ദ മാസ്റ്റർ ആസ്ക്ഡ് ഇഫ് ദ ബോയ്സ് വർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ? ദ മാസ്റ്റർ ആസ്ക്ഡ് ഇഫ് ദ ബോയ്സ് വർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the trainer told a humorous story to break the ice and help everyone feel more at ease. The sentence implies that. അപ്പോൾ ഇവിടെ ഒരു ട്രെയിനർ ഉണ്ട്. ട്രെയിനർ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു. അപ്പൊ എന്താണ്? എല്ലാവർക്കും ഒരു ഈസ് ഫീൽ ചെയ്തു അല്ലെ? ഒരു റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ട്രെയിനർ ഷെയർഡ് എ ഫണ്ണി സ്റ്റോറി ടു റെഡ്യൂസ് ടെൻഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the waiter was kind but the customer was quite rude. വെയിറ്റർ ഭയങ്കര കൈൻഡ് ആയിരുന്നെങ്കിലും കസ്റ്റമർ ഭയങ്കര റൂഡ് ആയിരുന്നു. ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് cannot റീപ്ലേസ് റൂഡ്. റൂഡ് എന്ന വാക്കിനെ പകരം നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. ഓപ്പോസിറ്റ് വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിപ്പോ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഫൈൻഡ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് റൂഡ് എന്നും ചോദിക്കാം അല്ലെ? ഇവിടെ കുറച്ചൊന്ന് നീട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ റെസ്പെക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ റൂഡിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻപൊളൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരോഗന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺപ്ലസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂഡ് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, റെസ്പെക്ട്ഫുൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രൗഡ് എൻജോയ്ഡ് ദ പെർഫോമൻസ്. ഡിഡിൻഡ് ദേ ആണ് വരിക. ഇവിടെ പോസിറ്റീവ് ആണ് നമ്മളുടെ സെന്റൻസ് എങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്രൗഡ് എൻജോയ്ഡ് ദ പെർഫോമൻസ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണല്ലോ. അതിന്റെ കൂടെ എന്താണ്? ഡിഡിൻഡ് ദേ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one among the words given is correctly spelled. സ്പെല്ലിംഗ് കണ്ടുപിടിക്കാനൊക്കെ വരാറുണ്ട്. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, സെപ്പറേറ്റ്ലി ആണ്. നമുക്ക് ഒക്കോർഡ് ഒന്നും അല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു അല്ലെ? ആർ വേണം ഒക്കോർഡിന്. ദ വേർഡ് അക്കോമഡേറ്റീവ് ഹാസ് ഡാഷ് സിലബിൾസ്. കണ്ടോ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ സിലബിൾസിന്റെ എണ്ണം എടുത്തിരുന്നു. ഇപ്പൊ അടുത്തതും സിലബിൾസ് കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വരാം? എ, ഒ, ഒ, എ, ടി, ഐ, ഇ. അപ്പൊ നമുക്ക് 6 സിലബിൾസ് ഉണ്ട്. പക്ഷെ 6 വി ഇ ആണ്. ഇ എന്തല്ല? ഈ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല അല്ലെ? അക്കോമഡേറ്റീവ് എന്ന് പറയുമ്പോൾ വി മാത്രമേ നമുക്ക് സൗണ്ട് കേൾക്കുള്ളൂ. ഇയുടെ സൗണ്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അത് സൈലന്റ് ആണ്. അതുകൊണ്ട് സൈലന്റ് ആയതിനെ കൂട്ടാൻ പറ്റില്ല. അപ്പോ എണ്ണം എത്രയാണ്? 1 2 3 4 5 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ 5 ആണ്. The man decided to give up smoking because of his wife's pregnancy. What does the underlined word mean? Give up എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അവിടെ അർത്ഥം വരിക? ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ proverb don't count your chickens before they hatch means. കുട്ടികൾ മുട്ട വിരിയുന്നതിന് മുൻപേ കോഴിക്കുട്ടികളെ എണ്ണരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കറക്റ്റ് എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലെ? നമ്മൾ വളരെ പേഷ്യന്റ് ആയിട്ടിരിക്കണം. റിസൾട്ട്സ് വരുന്നതിന് മുൻപ് നമ്മളൊരു പ്ലാൻസും എടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഒരുപാട് ടെൻസ് റിപ്പീറ്റ് ചെയ്യുന്നതും കണ്ടു അല്ലെ? ടെൻസസിന്റെ കാര്യം, ഈ ഡിഡിന്റെ കൂടെ എന്താണ് വരേണ്ടത്? ബേസ് ഫോം ആണ് വരേണ്ടത് എന്ന് പറയുന്നത്. അതുപോലെ സിലബിൾസ് എണ്ണാൻ വേണ്ടിയിട്ട്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാറ്റേണിലാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ചോദ്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിൽ ചോദിക്കാറുണ്ട്. സോ ആ മാർക്കുകൾ ഒരിക്കലും വിട്ട് കളയരുത്. കൂടുതലായിട്ട് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്